എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. മുഖമുള്ളവരും മുഖമില്ലാത്തവരും ഇവിടെയുണ്ട്. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ചില പ്രതീക്ഷകളെ കൊണ്ടാണ് ഇവിടെ എത്തിയതുള്ളത് എന്ന് അറിയാം. പ്രതീക്ഷകളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടത്. ജീവിതത്തിൽ പല പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷ എന്നുള്ള ആ ഒരാശയത്തെ പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അവതരണത്തിന്റെ കാതൽ. ഈ അവതരണം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ്. ഒരു ചോദ്യോത്തരിയുടെ അല്ലെങ്കിൽ ഈ വിഷയാവതരണം കഴിഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചയുടെ രൂപത്തിലാണ് ഇത് മുൻപോട്ട് പോകേണ്ടത്, ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് ഏകപക്ഷീയമായ ഒരു അവതരണം കൊണ്ട് അധികമൊന്നും ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ സ്കൂൾ ക്ലാസ് മുതൽ ഒരാള് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നു. ആ കേട്ട കാര്യങ്ങളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതിയെടുക്കുന്നു, എന്നിട്ട് വീട്ടിൽ പോരുന്ന് പലതവണ വായിക്കുന്നു. വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കിയ ശേഷം പരീക്ഷയ്ക്ക് പോയി എഴുതുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, നമ്മൾ വിജയിയായി. ഈ കഴിഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരണം. അത് നമ്മുടെ ഉള്ളിൽ നിന്നും ഉള്ള സംവേദനങ്ങൾ വഴിയാണ് അത് മെച്ചപ്പെട്ടു വരിക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അധ്യാപന രീതിയാണ് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന പ്രകൃതി ദർശനം കൈകാര്യം ചെയ്യുന്നത്. മയോട്ടിക് അധ്യാപന രീതി എന്ന് പറയും. അപ്പോ നമ്മുടേത് നവഗോത്ര ഗുരുകുലം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സുസ്ഥിര ജീവന സമൂഹമാണ്. ഇവിടെ ഇരിക്കുന്നതിലെ ഭൂരിഭാഗം പേരും അതിൽ അംഗങ്ങളാണ്. സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നാളുകൾക്കപ്പുറം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്, നിലനിൽപ്പുള്ള ഒരു ജീവിതം എങ്ങനെയാണ് കൈവരിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പോ ഇനി വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളിൽ, പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന വലിയ ലോക്ക്ഡൌണുകളിലുമൊക്കെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ വിഷയം. അപ്പോ അതിലേക്ക് എത്താനുള്ള ഓരോ ചെറിയ 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 കുറിപ്പുകളാണ് ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള ഈ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു പോരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത വിഷയമാണ് പ്രത്യാശ. പ്രതീക്ഷ, പ്രത്യാശ, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രത്യാശയെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ എന്നെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ സന്തോഷ് ഒളിമ്പസ് എന്നുള്ള പേരിലാണ് മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. 1981 കുട്ടികളുടെ ഒരു ശാസ്ത്ര സംഘടനയായിട്ട് പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് ആരംഭിച്ച ഒരു ഓർഗനൈസേഷൻ 43 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപിക്കോളജി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഗവേഷണ സ്ഥാപനം എന്നുള്ള രൂപത്തിലാണ് നിലകൊള്ളുന്നത്. കേരളത്തിലെ ഒരേ ഒരു സുസ്ഥിര ജീവന സമൂഹമായിട്ടുള്ള നവഗോത്ര സമൂഹം എന്നുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതിന്റെ കേന്ദ്രമായിട്ടുള്ള നവഗോത്ര ഗുരുകുലത്തിൽ വെച്ചാണ്. പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. പ്രകൃതിയുടെ ആത്മീയതയും പ്രകൃതിയുടെ മനഃശാസ്ത്രവും. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ വ്യാഖ്യാനത്തിന് ഉപയോഗിക്കുന്ന സങ്കേതങ്ങളെല്ലാം തന്നെ ഈ പ്രകൃതി ആത്മീയതയെ ആധാരമാക്കിയിട്ടായിരിക്കും. അതൊരു പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു രീതി ആയിരിക്കില്ല. എങ്കിലും ഞാൻ അധികം സങ്കീർണമാക്കാതെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. വിശ്വാസം എന്ന പദ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. അത് എന്തിലുള്ള വിശ്വാസം എന്നുള്ളത് മറ്റൊരു വശം. അപ്പൊ വിശ്വാസിയാണോ എന്നൊരാളോട് ചോദിച്ചാൽ ദൈവവിശ്വാസിയാണോ എന്ന അർത്ഥത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക. ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്, മറ്റൊന്നും വിശ്വസിക്കുന്നില്ല എന്നല്ല. മറ്റൊട്ടേറെ കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസങ്ങളാണ് നമ്മുടെ 99% കാര്യങ്ങളും. ബാക്കിയൊക്കെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാല് കാണാത്തതിന്മേലുള്ള, അറിയാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം. നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയില്ല, ഇതാണ് എന്നറിയില്ല, പക്ഷെ അതിന്മേലുള്ള നമുക്കുണ്ടാവുന്ന ഉറപ്പ്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്.
അപ്പോ ഞാൻ അങ്ങനെ കാണാത്തതിനെയും അറിയാത്തതിനെയും വിശ്വസിക്കില്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കുന്ന ആളുകളും ഏതെങ്കിലും ജേണലുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അധികാരി പറഞ്ഞിട്ടുള്ള കാര്യത്തെ വിശ്വസിക്കുകയാണ് ചെയ്യുക. ആരുടെയെങ്കിലും വലിയ കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അല്ല മുഴുവൻ. നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിലൂടെ ഇതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കുള്ള ഒരു ധാരണയുടെ പുറത്താണ്, വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. നമുക്കതിന്റെ ഫലം കിട്ടുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് കേൾക്കും, അയാൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കും. മൊബൈൽ ഫോണിലുള്ള വേറെ കുറെ ഫെസിലിറ്റീസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. എന്നാൽ അതിൽ നമ്മൾ അറിയുന്നതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അവയെ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ഈ മൊബൈൽ ഫോണിനെ നമ്മുടെ ഒരു സഹചാരിയായിട്ട് വിശ്വസിക്കുകയാണ്. അതുപോലെ നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിച്ചു, നമ്മൾ ഭൂമിയുടെ പുറത്താണെന്ന് പഠിച്ചു, അല്ലെ? ഭൂമിയുടെ അകത്താണെന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല, ഭൂമിയുടെ പുറത്താണെന്ന് പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? പഠിച്ചതൊക്കെ നമ്മൾ വിശ്വസിക്കുക. കാരണം വിശ്വസിക്കാൻ കാരണം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ടു അതോറിറ്റി എന്നുള്ളൊരു മനോഭാവം കൊണ്ടാണ്, അധികാരിയുടെ മുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ വിശ്വാസം അറിയാത്തതിൻ്റെ ഉറപ്പാണ്. അപ്പൊ വിശ്വസിക്കുന്നത് പലതിനെയും വിശ്വസിക്കാം. കഴിഞ്ഞതിനെ വിശ്വസിക്കാം. കഴിഞ്ഞതിനെ വിശ്വസിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് മുഗളന്മാര് ഇന്ത്യയിൽ വന്നു, ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആര്യന്മാർ ഇവിടേക്ക് വന്നു, പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഈ രോഗാണു എന്ന കീടാണുവാണ് രോഗത്തിന് ഹേതുവാകുന്നതെന്ന് ഏതോ ജേണലിൽ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നു എന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അതിനെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ മുന്നിൽ മൊബൈൽ ഫോണിലൂടെ നമ്മളൊരു വാർത്ത കാണുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പുതിയ കാഴ്ച കാണുകയാണ്. ആ കാണുന്ന കാഴ്ച എന്തോ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് നമുക്ക് ഉറപ്പില്ല, അതാണോ എന്നുള്ള ഉറപ്പില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ ഈ പറയുന്നതിനെ അല്ല നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നതില് നിങ്ങൾക്ക് പരിചയമുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളില്, ഞാൻ പറയുന്ന ആശയത്തില് നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പരിചയമുള്ള കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ളതിന് വിരുദ്ധമായി നിൽക്കുന്ന എന്തെങ്കിലും വന്നാൽ അവിടെയും അതിനെ പരിചയം വേണം. വിരുദ്ധം എന്നുള്ള അവസ്ഥയെ നിങ്ങൾക്ക് പരിചയം വേണം. അപ്പോൾ നിങ്ങൾ അതിനോട് വിയോജിക്കും. ബാക്കി ഞാൻ പറഞ്ഞു പോകുന്ന ഒട്ടുമിക്കവാറും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോ നമ്മുടെ മുന്നിൽ നമ്മുടെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അതങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കും. അറിവിൽപ്പെടാത്ത കാര്യങ്ങളെ നമുക്ക് അറിയില്ല, അറിയുകയേ ഇല്ല. മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നേയില്ല, എന്നാലും നമ്മൾ അതങ്ങനെയാണെന്ന് വിശ്വസിക്കും. ഇനിയോ, ഇപ്പോ നമുക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ പഠിപ്പിച്ച് നമ്മൾ ഡോക്ടറാക്കണം. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടും, ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരം ഉണ്ടാകും. നമ്മൾ വിശ്വസിക്കുക. നമുക്കൊരു അസുഖം വന്നാൽ നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം മാറിക്കിട്ടും. നമുക്കൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പോയി കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം, ഭഗവാനെ എൻ്റെ കഷ്ടപ്പാട് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും. നമുക്ക് വിശ്വാസങ്ങളാണ്, എല്ലാം വിശ്വാസങ്ങളാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളിലും വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസത്തിന്റെ ത്രികാലങ്ങൾ, വിശ്വാസത്തിന്റെ ത്രികാലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പൂർവ്വം ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്, ചരിത്രത്തെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് നമ്മൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു. രണ്ട്, വർത്തമാനത്തിൽ മുമ്പിൽ കാണുന്നതിന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തറിയുന്നോ അറിഞ്ഞിരിക്കുന്നുവോ അതിനോട് പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ വിശ്വസിക്കും. അല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല വിശ്വസിക്കണോ വേണ്ടയോ, അത് അങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഒരു ചെരുപ്പ് കുത്തി പൂരത്തിന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പരിചിതമായതും അയാളുടെ ഫോക്കസ് ആയിട്ടുള്ളതും അയാളുടെ ചെരുപ്പാണ്. ഇപ്പൊ വഴി കൂടെ പോകുന്നവരുടെയൊക്കെ ചെരുപ്പ് അയാൾ കാണും. അവിടുത്തെ ഒരു യുവാവാണ് ചെരുപ്പ് കുത്തിയെങ്കിൽ അതിലെ പോകുന്ന തരുണീമണികളെ അയാൾക്ക് കാണാൻ കഴിയില്ല. കാരണം അയാളുടെ ശ്രദ്ധ ചെരുപ്പിലാണ്, അയാൾക്ക് അറിയാവുന്നത് ചെരുപ്പാണ്. അപ്പോൾ ചെരുപ്പിനെയാണ്, അപ്പോൾ അറിയുന്നതിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അറിയാത്തതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ വർത്തമാനം, ഇപ്പൊ ഭൂതം, ചരിത്രം പോലുള്ള കാര്യങ്ങൾ, ആധികാരിക രേഖകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നു. വർത്തമാനത്തിൽ ഈ വക കാര്യങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ അറിവിനോട് പ്രതിഫലിക്കുന്ന, അറിവിനോട് പ്രതികരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. അതല്ലാതെ ഭാവിയിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്.
ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട് നാളെയും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നാളെയും അങ്ങനെ ആയിരിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. ആ ഭാവിയിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം എന്നുള്ളത് അറിയാത്തതിന്മേലുള്ള ഉറപ്പാണ്. ധാരണാവബോധം എന്നൊക്കെ നമുക്ക് വിശ്വാസത്തെ അതിന്റെ സാങ്കേതികമായ രൂപത്തിൽ പറയാം. കോംപ്രിഹെൻസീവ് അവെയർനെസ് എന്ന് പറയാം. അതൊക്കെ സാങ്കേതികമായിട്ടുള്ളതാണ്. കേവല ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിൽ വിശ്വാസം, അറിയാത്തതിന്മേലുള്ള ഉറപ്പ്, അത് ത്രികാലങ്ങളിലുണ്ട്. ഭാവിയിൽ ഉള്ള വിശ്വാസമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയും പ്രതീക്ഷയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രതീക്ഷ എന്നുള്ളത് കാത്തിരിപ്പാണ്. എന്തോ വരുമെന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ കാത്തിരിപ്പെന്നാണ്. പ്രത്യാശ എന്നുള്ളത് നമ്മൾ ആശിക്കുന്നതിനെ പ്രതി ഉണ്ടാകുന്നത്. നമുക്ക് ഇതാണ് വേണ്ടതെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. എൻ്റെ മകൻ നാളെ ഡോക്ടർ ആവുകയാണ് വേണ്ടത് എന്ന ചിന്തയുണ്ട്. ആ ചിന്തയുള്ളത് കൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ അത് സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആശയെ പ്രതി ഉണ്ടാകുന്നതാണ് പ്രത്യാശ. ഖലീൽ ജിബ്രാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ പ്രത്യാശയിലാണ് വംശത്തിന്റെ ബീജം. അമ്മ തന്റെ കുഞ്ഞിന്റെ രൂപത്തെപ്പറ്റി, ഭാവത്തെപ്പറ്റി, അവന്റെ നാദത്തെപ്പറ്റി, അവന്റെ എന്താ പറയുക, വാത്സല്യം നിറഞ്ഞ, അല്ലെങ്കിൽ അവന്റെ ആ ഒരു നിർമ്മലത നിറഞ്ഞ മുഖത്തെ പറ്റിയൊക്കെ അമ്മയുടെ ഉള്ളിൽ ഭാവന ഉണ്ടാവും. ആ ഭാവനയ്ക്ക് അച്ഛന്റെ മുഖവും താൻ കണ്ടുവളർന്ന കുടുംബത്തിന്റെ മുഖവും, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മുഖവും പ്രദേശത്തിന്റെ മുഖവും ഒക്കെ ചേർത്തിട്ടാണ് ഇയാളുടെ ഭാവന ഉണ്ടാവുക. ആ ഭാവനയായിരിക്കും കുഞ്ഞിനുണ്ടാവുക. ഈ അമ്മ കുഞ്ഞിന്റെ ഭാവിയെ എങ്ങനെയാണോ പ്രത്യാശിക്കുന്നത്, അതാണ് കുഞ്ഞിന്റെ ഭാവിയായി തീരുക. കുഞ്ഞിനെ വയറ്റിൽ പേറിക്കൊണ്ട് എന്റെ ഭാവി എന്താകും, ഞാൻ എന്ത് ചെയ്യും എന്ന് ആകുലപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആകുലതയാണ് കുഞ്ഞിന്റെ ഭാവിയായി മാറുക. അപ്പൊ അമ്മയുടെ പ്രത്യാശ എന്തായിരിക്കുന്നുവോ അതാണ് ഭാവിയായിട്ടുണ്ടാവുക. അത് ജിബ്രാൻ പറഞ്ഞ കാര്യം. അപ്പോ പ്രത്യാശ എന്ന് പറയുന്നത് അറിയാത്തതിന്മേലുള്ള ഭാവിയിലുള്ള ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. എന്റെ ആശയപ്രതി ഉണ്ടാകുന്നത് എന്തോ അത്. ഇനി എങ്ങനെയാണ് ഈ പ്രത്യാശ എന്നുള്ളത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രത്യാശ? ഞാനിപ്പോ പറഞ്ഞത് അതിന്റെ സാധാരണ ഭാഷയാണെങ്കിൽ, അതിന്റെ സാങ്കേതിക രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഞാനൊരു കാര്യത്തെ ഇങ്ങനെയായിരിക്കണം എന്ന് ഭാവന ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നു എന്നാണ് അർത്ഥം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പ് കുത്തിയുടെ കാര്യം. ചെരുപ്പ് കുത്തി കണ്ടത് ചെരുപ്പ് മാത്രമല്ല, ആ പൂരപ്പറമ്പിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും അയാൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്നത് പോലെ, നിങ്ങൾ ഈ ക്ലാസ്സിൽ നടക്കുന്ന ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്, ഞാൻ പറയുമ്പോൾ കേൾക്കുന്നത് എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് എന്താണ് എടുക്കാൻ കഴിയുക? നിങ്ങൾക്കറിയാവുന്നത് മാത്രം. അറിയാത്തതിനെ പരിഭാഷണം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു വസ്തുതയില്ല. അപ്പോൾ അറിയാത്തതിനെ പരിഭാഷണം ചെയ്യുന്നില്ല, അറിഞ്ഞതിനെ പരിഭാഷണം ചെയ്ത് മനസ്സിലാക്കുന്നു. അറിയുന്നതാണ് ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത്. അപ്പോ കാണുന്നത് വിപുലമായ ഒരു കാര്യമാണ്, പക്ഷെ കാഴ്ചയിൽ പെടുന്നത് വളരെ ചെറിയ കാര്യമാണ്. നമുക്ക് അറിയുന്നതിനോട് യോജിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോ ഈ കാഴ്ച എന്നുള്ളത്, ഇപ്പോ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കൂ. എന്റെ രൂപത്തെ കണ്ടുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കൂ. ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ തുടർച്ച ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിഞ്ഞു. കണ്ടില്ലെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിന്റെ കാഴ്ചയുടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ. ഇവിടെ നരേന്ദ്രമോദി ആണ് ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ഭാവന ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയും. ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലില്ല, അത് ഭാവിക്കലാണ്. ഭാവനയിൽ ചിത്രീകരണം ചെയ്യുന്നതാണല്ലോ ഭാവന, അല്ലെ? നമ്മുടെ
ഭാവിക്കലിൽ ചിത്രീകരണം ചെയ്യുന്നതാണ് ഭാവനയായിട്ട് വരുന്നത്. ഭാവന എന്ന് പറയുന്നത് അറിവിന്റെ 4ാമത്തെ തലമാണ്. മറ്റ് തലങ്ങൾ അവിടെ ഉണ്ട്. അതെന്തെന്ന് അറിയേണ്ടവർക്ക് ചോദിക്കാം. അറിയേണ്ടതുണ്ട് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. അറിവിന്റെ 5 തലങ്ങൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ ഞാനിത് കഴിയുമ്പോൾ വിശദീകരിക്കാം. അപ്പോ അറിവിന്റെ 5ാമത്തെ തലമാണ് ഭാവന എന്ന് പറയുന്നത്. ഭാവന, ദിവാസ്വപ്നം കാണാത്തവരാരും ഇല്ല, ഇല്ലേ? നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ ഭാവന ചെയ്യും, പ്രിയപ്പെട്ട ഒരു ഇടത്തെ ഭാവന ചെയ്യും, നമുക്ക് ഭയമുള്ള ഒരിടത്തെ നമ്മൾ ഭാവന ചെയ്യും. ഈ ഭാവന ചെയ്യുന്നു എന്ന് വെച്ചാൽ കണ്ണിൽ കാണേണ്ട കാര്യമില്ല. കണ്ണിൽ കാണാതെ തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കിയിരിക്കുമ്പോ തന്നെ എന്നെ തന്നെ നോക്കിയിരിക്കൂ. നിങ്ങളുടെ വലത് കാലിന്റെ പെരുവിരലിന്റെ ചിത്രം ഒന്ന് മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ അമ്മയുടെ ചിത്രം ഓർത്തു നോക്കൂ. മനസ്സിൽ വന്നില്ലേ? അപ്പോ നമുക്ക് കാണേണ്ട കാര്യമില്ല. ഒരു കാര്യത്തെ കാണാൻ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ല. കാണാതെ തന്നെ ഉള്ളിൽ ചിത്രമായി വരും. ഈ ചിത്രമായി വരുന്നതാണ് ഭാവന, അതിന്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭാവന ചെയ്യുന്നത്, ആവർത്തിച്ച് ഭാവന ചെയ്യുന്നത് എന്താണ്? അത് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. ഇപ്പോ കാറ് ഒക്കെ ഓടിക്കാൻ അറിയുന്നവർ ഇവിടെ ഉണ്ടായിരിക്കും. കാറ്, ബൈക്ക് അല്ലെങ്കിൽ ഒരു സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയുന്നവരുണ്ടായിരിക്കും. ഒരു ബൈക്ക്, മോട്ടോർ ബൈക്ക് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുന്നു. അതിനെ മുൻപോട്ട് തള്ളാനേ കഴിയില്ല, പുറകോട്ട് തള്ളാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബൈക്കിനെ എടുത്ത് ഓൺ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ കഴിയുക? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് എടുക്കുന്ന സമയത്ത് ബൈക്കിന് വലിയ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ബാർ തിരിക്കാം. കാറാണെങ്കിൽ അതങ്ങനെ തിരിക്കാൻ പറ്റില്ല, വെയിറ്റ് ഉണ്ട്. അപ്പൊ കാറിനെ ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം, ഒന്ന് നീക്കിയതിന് ശേഷമാണ് നമുക്ക് തിരിക്കാൻ കഴിയുക. അപ്പോ ആദ്യം മൂവ് ചെയ്യുമ്പോൾ കാർ എങ്ങോട്ടാണ് നീങ്ങുക? കാറിന്റെ ചക്രം, ഫ്രണ്ടിലെ ചക്രം എങ്ങോട്ടേക്കാണോ തിരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങോട്ടേക്ക് അത് നീങ്ങും. അങ്ങോട്ടേക്ക് നീങ്ങിയതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഗതിയിലേക്ക് തിരിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഏത് ദിശയിലേക്ക് ഇത് തിരിച്ചു വെച്ചിരിക്കുന്നുവോ ആ ദിശയിലേക്കാണ് ഈ വാഹനം നീങ്ങുക. പിന്നീട് തിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് നീങ്ങുന്നത് നമ്മൾ എങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്കാണ്. നമ്മൾ ഭാവനയിൽ ഒരു കാര്യം കണ്ടാൽ ഈ ഭാവനയിൽ കാണുന്ന ദിശയിലേക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷം പോവുക. കാരണം നമ്മുടെ ജീവന്റെ ഊർജമുണ്ട്. ജീവന് പല ഭാവങ്ങളുണ്ട്. ആ ജീവൻ നിലനിൽക്കാൻ പാകത്തിലുള്ള ഒരു ശരീരം ഉണ്ടായിരിക്കും. ജീവൻ എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനം, സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയാണ്. ആ ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരത്തെ എന്തൊക്കെയോ ചെയ്യിക്കേണ്ടതുണ്ട്. ആ ചെയ്യിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ്, ചെയ്യിക്കുന്ന ആസൂത്രണ പ്രക്രിയയുടെ പേരാണ് മനസ്സ്. അത് എവിടെ കൊണ്ട് ചെയ്യണം, എങ്ങനെയാകണം എന്നുള്ളത് അതിന്റെ പരിസരവുമായി അനുരൂപപ്പെടുന്നതിനനുസരിച്ചാണ്. ഈ അനുരൂപനത്തിനുള്ള ശേഷിയാണ് നമ്മൾ അറിവെന്ന് പറയുക. ഈ അറിഞ്ഞ ഇടത്തേക്ക് എന്താണോ ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്യണമോ എന്ന് ആസൂത്രണം ചെയ്ത് ഈ ശരീരത്താൽ നടപ്പിലാക്കണമെങ്കിൽ ഒരു ശക്തി ആവശ്യമാണ് അവിടെ. ആ ശക്തിയുടെ പേരാണ് ചൈതന്യം. നമ്മൾ ഒരു കാര്യത്തെ ഭാവന ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചൈതന്യമുണ്ടല്ലോ, നമ്മുടെ ആ ചൈതന്യം എന്ന് പറയുന്നത് ഏത് ദിശയിലേക്കാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് എന്താണോ ഭാവന ചെയ്ത ഇടത്തേക്ക് അത് നീങ്ങും. നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞ് മുറ്റത്ത് കൂടെ നടക്കുന്നു. കുഞ്ഞിനെ കുറിച്ച് നമ്മൾ വളരെയധികം കൺസേൺഡ് ആണ്. മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ ഈ കുഞ്ഞ് മറിഞ്ഞു വീഴുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയിലേക്ക് കുഞ്ഞ് നടന്നു കയറും. നമ്മൾ ഒരിക്കൽ കൂടെ അങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ സാധ്യതയിലേക്ക് പോകും. നമ്മൾ കുറച്ച് നേരം സ്ഥിരമായി ആ മറിഞ്ഞു വീഴുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയും ഭാവന ചെയ്യുകയും ചെയ്താൽ ആ കുഞ്ഞ് മറിഞ്ഞു വീണിരിക്കും. നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നു അത് മുമ്പിൽ ഭാവന ചെയ്തതിന്റെ ആവർത്തി, എത്ര തവണ ഭാവന ചെയ്യുന്നു, എത്ര നേരം ഭാവന ചെയ്യുന്നു, എത്രത്തോളം ഭാവന ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലര് യുക്തി കൊണ്ട് മാത്രം ഭാവന ചെയ്യും. ചിലര് അതിന്റെ യുക്തിയുടെ കൂടെ അതിന്റെ ചിത്രീകരണം ഭയങ്കരമായിരിക്കും. ഇന്ന നിറം, ഇന്ന ഗുണം, ഇന്ന മണം,
ഇന്ന രുചി എന്നുള്ള രീതിയിൽ അതിനെല്ലാം ഒരുപാട് രൂപങ്ങൾ നൽകും. അങ്ങനെ നമ്മൾ ഭാവന ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുക. അപ്പോ നമ്മൾ എന്ത് ആണോ ഭാവന ചെയ്യുന്നത് ആ വഴിക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ജീവിത പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് പ്രകൃതിയുടെ ജീവശരീരത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ നമുക്ക് ഒരു അസുഖമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അസുഖമുണ്ടോ എന്ന ഒരു അന്വേഷണം ആവർത്തിച്ച് നടത്തിയാൽ ആ അസുഖത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. അതിനെ സഹായിക്കുന്ന സങ്കേതങ്ങളാണ് ഈ ലബോറട്ടറികളൊക്കെ. നമുക്ക് ഇന്ന അസുഖമുണ്ടോ എന്ന് മാസാമാസം നമ്മൾ പോയിട്ട് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ അസുഖങ്ങളെ കുറിച്ചുള്ള ചിത്രീകരണം, ഭാവനകൾ അവിടെ സംഭവിക്കും. ആ ഭാവന ആ അസുഖമായി പരിണമിക്കും. നമുക്കുള്ളത് രോഗബോധമാണ്, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആരോഗ്യബോധമാണെങ്കിൽ എനിക്ക് ഇന്ന തരത്തിലുള്ള ആരോഗ്യശേഷിയുണ്ട്, ഞാൻ ഇന്ന രീതിയിലേക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന രീതിയിലുള്ള ആരോഗ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ, ഞാൻ ഇത്ര മല കയറാൻ പോകുന്നു, ഞാൻ ഇന്ന ദിവസം ഇന്നിടത്തേക്ക് പോകുന്നു എന്ന രീതിയിൽ ആരോഗ്യബോധത്തെ ഉറച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഭാവനകൾ ചെയ്ത് അതിലേക്ക് നമ്മൾ തിരിയും. അപ്പോ നമ്മൾ എന്ത് ആണോ ഭാവന ചെയ്യുന്നത് അതിലേക്ക് സംഭവിക്കും. അത് പല രൂപത്തിൽ വരാം. ഇപ്പോ ദമ്പതികൾക്കിടയിൽ പരസ്പരം സംശയങ്ങൾ തോന്നാറുണ്ട്. ഈ സംശയങ്ങൾ എന്ന് പറയുന്നത് ഭാവനയാണ്. യഥാർത്ഥത്തിൽ ഒരു ചെറിയ കാരണം കൊണ്ടുണ്ടായ ഒരു ചിന്തയായിരിക്കാം സംശയത്തിന് ഹേതു. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനെ ഭാവന ചെയ്ത്, കൽപ്പന ചെയ്ത്, സങ്കല്പിച്ച് അതിനൊരു രൂപം നൽകി കുറച്ചു കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിത്തീരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, എങ്കിൽ പോലും നമുക്ക് അങ്ങനെ അനുഭവപ്പെടും. അങ്ങനെ തന്നെ ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതോടുകൂടി അത് ആ വഴിക്ക് ആയിത്തീരുകയും ചെയ്യും. സംഭവങ്ങൾ ആ വഴിക്ക് ആയിത്തീരുകയും ചെയ്യും. അപ്പോ നമ്മൾ ഭാവന ചെയ്തതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തില് ശരീരത്തിനകത്താണെങ്കിലും ശരീരത്തിന് പുറത്താണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഭാവനയുടെ പ്രത്യേകത. ഈ ഭാവന എന്നുള്ള ഒരവസ്ഥ നമ്മൾ ചിത്രീകരണം നടത്തുന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ല മഴയാണ് പുറത്ത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഈ ചിത്രീകരണം എന്നുള്ള കാര്യം, നമ്മുടെ മനസ്സിലെ ഭാവനയുടെ ചിത്രീകരണത്തിന്റെ കാര്യം, ചിത്രീകരണം എന്താണോ അതാണ് പിന്നീട് സംഭവിക്കുക. ആ ചിത്രീകരണത്തിന് ഒരു സാധൂകരണത്തിനുള്ള സാധ്യത വേണം. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, എങ്കിലേ അത് സംഭവിക്കൂ. അപ്പൊ പലപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനകളിൽ നമ്മൾ നിറച്ചു വയ്ക്കുന്നു, എന്റെ അസുഖങ്ങൾ മാറണേ. ഈ അസുഖം എന്നുള്ള പദം നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ച് വരുന്തോറും, എന്റെ കഷ്ടപ്പാടും ദുരിതവും മാറണേ എന്ന് നമ്മൾ ഭാവന ചെയ്യുന്തോറും ഈ ഭാവന പിന്നീട് സംഭവിക്കും. അതൊരിക്കലും വിട്ടുപോകില്ല. ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ വിട്ടുപോകും. ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് നമ്മുടെ പ്രത്യാശ എന്നുള്ള ഒരു സംഭവം വരുന്നത്. നമുക്ക് ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത് അത് ഭാവനയായിട്ടാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ഭാവന ചെയ്യുന്നതാണ് പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് കാരണമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസമാണ് പ്രത്യാശ. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിന്റെ മുകളിലുള്ള ഉറപ്പാണ്. അറിയില്ലാത്ത കാര്യങ്ങളുടെ മുകളിലുള്ള ഉറപ്പാണ്. നമ്മൾക്കറിയാം, ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ജനിച്ചു കഴിഞ്ഞാൽ 3-ാം വയസ്സിൽ സ്കൂളിലേക്ക് നടതള്ളുന്നു. സ്കൂളിൽ നിന്നും പഠിച്ച് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ അയാൾ കുറെ സ്ഥിതിവിവരങ്ങളുമായിട്ട് പരീക്ഷ പാസ്സായി വലിയൊരു സർട്ടിഫിക്കറ്റുമായിട്ട് വെളിയിലേക്ക് വരുന്നു. ആ സർട്ടിഫിക്കറ്റുമായിട്ട് അയാൾ പൊതുലോകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തൊഴിൽ കമ്പോളമുണ്ട്. ആ തൊഴിൽ കമ്പോളത്തിൽ അയാളെ നിക്ഷേപിച്ചാൽ, അതിനെ അപ്ലൈ ചെയ്യുക എന്ന് പറയാം. അയാളെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിനനുരൂപമായിട്ടുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. ആ അവസരങ്ങളിൽ അയാളെ ചെന്നിട്ട് ജീവിതത്തിന്റെ മറ്റെല്ലാത്തിൽ നിന്നും അയാളെ ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അയാളെ ഫുൾഫില്ല് ചെയ്യാൻ പാകത്തിലുള്ള ശമ്പളം കിട്ടും. അയാളുടെ ആ ജീവിതത്തിന്റെ പ്രധാന പങ്കും ഏതൊക്കെയോ സമ്പ്രദായങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അയാൾ ജീവിച്ചു പോകും. അപ്പൊ ഇത് ആരോ ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടു ചെന്ന് ഇട്ട് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നു, അതിലേക്ക് ചെന്ന് വീഴുന്നു, അത് സംഭവിക്കുന്നു.
ഇതിന്റെ മുകളിലുള്ള ഉറപ്പാണ്. അങ്ങനെ നമ്മൾ കണ്ടതിന്മേലുള്ള ആ ഒരു ഉറപ്പ്, ആ കണ്ടത് കാഴ്ചയാണോ, യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, യഥാർത്ഥത്തിൽ അത് തന്നെയാണോ സത്യം, നമ്മുടെ സ്വാശ്രയത്വം അവിടെ നിലനിൽക്കുന്നുണ്ടോ, നമ്മുടെ ഭക്ഷ്യസുരക്ഷ അവിടെ ഉണ്ടാകുന്നുണ്ടോ, ജീവിത സുരക്ഷ അവിടെ ഉണ്ടാകുന്നുണ്ടോ, ആരോഗ്യ സുരക്ഷ ഉണ്ടാകുന്നുണ്ടോ, അറിവിന്റെ സുരക്ഷ ഉണ്ടാകുന്നുണ്ടോ, കുടുംബ ബന്ധങ്ങളിലെ സുരക്ഷ ഉണ്ടാകുന്നുണ്ടോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കിയത്. തൊഴിൽ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ അതവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് കാഴ്ച, ഇതിന്റെ മുകളിലാണ് ഭാവന, ഈ ഭാവനയുടെ മുകളിലാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുടെ മുകളിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അതിലേക്ക് കൊണ്ടുവിടും. നമ്മുടെ ആശയം അതാണ്, കുഞ്ഞു പഠിച്ച് വലുതായി ഒരു ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ച് ഒരു വിപുലമായ ഒരവസ്ഥയിലേക്ക് പോകണം. ഈ പ്രത്യാശയ്ക്കനുസരിച്ച് അത് സംഭവിക്കും. ഈ പ്രത്യാശയ്ക്കനുസരിച്ച് അതിലേക്ക് അയാൾ നീണ്ടുപോകും. കാണുന്ന കാഴ്ചയാണ് മുമ്പിലെത്തുക, കാണാത്ത കാഴ്ച മുമ്പിലെത്തില്ല, നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടാവും. നമുക്ക് അഭിമുഖമാകുന്നത് കണ്ട കാഴ്ച, അറിയുന്ന കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് അറിയാത്തത് എന്ത് ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കയറില്ല. ഇതൊക്കെ നിങ്ങളെ വിലയം ചെയ്ത് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് തൊഴിലിൽ പറഞ്ഞു വിടുന്ന സമയത്ത് അയാൾക്ക് തൊഴിൽ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ആശയിൽ പ്രത്യാശയിൽ അതുണ്ട്, നമുക്ക് അറിയുന്നതാണ് അതിന്റെ ഒരു ലോകം. ആ അറിവിന്റെ ലോകത്ത് നമ്മൾ കൊണ്ടെത്തിച്ചു അയാൾ അതിലെത്തും. അതിന് ചുറ്റും നമുക്കറിയാത്തൊരു ലോകം അതിനെ വിലയം പ്രാപിച്ചിട്ടുണ്ടാവും, അതിനെ നമുക്കറിയില്ല. ഇതുപോലെയല്ലേ നമ്മൾ കൊറോണ കാലത്ത് നിന്നത്, നമുക്കറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. അതുപോലെയല്ലേ നോട്ട് നിരോധനം വന്നപ്പോ നിന്നത്, അതുപോലെയല്ലേ പ്രളയം വന്നപ്പോ നിന്നത്. നമുക്കറിയില്ല, ഇതൊന്നും നമുക്ക് അറിയില്ല, അറിയേണ്ട കാര്യവുമില്ല, കാരണം ഇതൊന്നും എന്റെ വിഷയമല്ല. ആ സമയത്തും വീണ്ടും ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാലത്തും നമുക്കിതൊന്നുമല്ല. നമ്മളിപ്പോഴും നമ്മുടെ കേരള സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ, പെൻഷൻ കൊടുക്കാൻ കാശില്ലാതിരിക്കുമ്പോൾ, ശമ്പളം കൊടുക്കാൻ കാശില്ലാതിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ PSC പരീക്ഷ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ജോലിക്ക് വിടാൻ ശ്രമിക്കും. നമ്മുടെ പ്രത്യാശയുടെ പുറത്താണ്. അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് നടന്നു എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ നടക്കുന്നുവോ? അതിന് ചുറ്റും നമ്മൾ ആ കാണുന്ന കാഴ്ചയുടെ, കുതിരയുടെ ഈ കണ്ണ് കെട്ടിയിട്ടതുപോലെ നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയിലുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിന് ചുറ്റും വിലയം ചെയ്തിരിക്കുന്നത് ഒന്നിനെയും നമുക്ക് കാണാൻ കഴിയാതെ. ഓക്കെ, പ്രത്യാശ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഇതാണ്. ഇനി നമ്മള് നിങ്ങൾ കണ്ട പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു കാര്യത്തെ പെർമിഷൻ വേണം. ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇതാണ് അതിൽ പറഞ്ഞിരുന്നത്. പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാനാണ്. എന്താണ് പ്രതീക്ഷ? കാത്തിരിപ്പാണ്. നമ്മൾ കാത്തിരുന്നാലും കാത്തിരുന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാനാണ്. പിന്നെ എന്തിനാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? പ്രതീക്ഷ ഇല്ലെങ്കിലും സംഭവിക്കുന്നില്ലേ? ചില ആളുകളുണ്ട്, ജീവിതത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഉണ്ടാവില്ല. ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും ജോലിക്ക് പോകുന്നു, ഞാനും ജോലിക്ക് പോകുന്നു. എല്ലാവരും പണം സമ്പാദിക്കുന്നു, ഞാനും സമ്പാദിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഭക്ഷണം കഴിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളതാണ് അയാളുടെ വിശ്വാസം. അതിനും അപ്പുറത്തൊരു കാര്യം അയാൾക്ക് അറിയില്ല. അപ്പോ അയാളെ സംബന്ധിച്ചോളം പ്രതീക്ഷകളില്ല. പ്രതീക്ഷിക്കുന്നത് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ മാത്രമാണ്, അറിയാത്ത കാര്യങ്ങളെ അയാൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടില് 6 വരി പാത വരും, കേരയിൽ വരും, നമ്മുടെ ചുറ്റും ഒരുപാട് സംവിധാനങ്ങൾ വരും, 5G ടവർ വരും, വാക്സിനേഷൻ വരും, നമുക്ക് എന്താ പറയാ പ്രത്യേകതരം വികാരങ്ങൾ വരും. ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസുഖങ്ങൾ വരും, അവയ്ക്ക് ജീവിതത്തിൽ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചികിത്സകൾ വരും. ആ ചികിത്സ മാത്രമാണ് ശരിയെന്നുള്ള അവസ്ഥ വരും. ഇതെല്ലാം നമ്മുടെ ചുറ്റും സംഭവിക്കും, പക്ഷെ നമുക്കറിയില്ല. ഇത് കാരണം നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇതെല്ലാം മുമ്പിലേക്ക് വരും. അപ്പോ പ്രതീക്ഷ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു, കാത്തിരിപ്പാണ്. നമ്മൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ മുമ്പിലേക്ക് വരും. കാത്തിരിക്കുന്നതെല്ലാം തന്നെ നമ്മളൊരു കാര്യത്തെ കാത്തിരിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായ ഒരു പ്രത്യാശയാണ്, ഭാവനയാണ്. അതിനകത്തൊരു ഭാവനയുണ്ട്. നമ്മൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒന്നിനെ കാത്തിരിക്കും, നമ്മുടെ ഉള്ളിൽ ഭാവനയുണ്ട്.
ആ ഭാവന എന്നുള്ളതിനനുസരിച്ച് അവിടെ സംഭവങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ അതിനോട് അടുത്തതെങ്കിലും സംഭവിക്കും. അപ്പോ പ്രതീക്ഷ എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് എന്നുള്ളത് പ്രത്യാശയിലേക്കുള്ള ഒരു വഴിയാണ്. ആ പ്രത്യാശയ്ക്കുള്ള വഴി ഇട്ട് നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കും. പ്രത്യാശിച്ചിട്ടില്ലെങ്കിലും കാത്തിരുന്നില്ലെങ്കിലും ചുറ്റുമുള്ളതെല്ലാം സംഭവിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് നാം പ്രതീക്ഷിക്കുന്നത്? അതാണല്ലോ ചോദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്ത് പ്രത്യാശിക്കുന്നുവോ അതാണ് സംഭവിക്കുക. ഈ പ്രത്യാശയ്ക്ക് ഉറപ്പുണ്ടാകണം. വിശ്വാസത്തിന്റെ ഉറപ്പാണത്. കഴിഞ്ഞതിന്റെ മുകളിലുള്ള വിശ്വാസം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മുകളിലുള്ള വിശ്വാസം, ഇതുപോലെ തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്ന വിശ്വാസം. വിശ്വാസം എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, പക്ഷെ അതിന്റെ മുകളിൽ നമുക്ക് വല്ലാത്ത ഉറപ്പാണ്. ആ വിശ്വാസം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഭാവിയുടെ മുകളിലുള്ള ഒരു പ്രത്യാശ ഉണ്ടാകുമല്ലോ. ആ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ, ഇപ്പോ എനിക്ക് ആരോഗ്യമുണ്ടാകുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇപ്പോഴുള്ള ആ അവസ്ഥയെക്കാളും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു എന്ന പ്രത്യാശ. ഈ പ്രത്യാശ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ ചൈതന്യം വികസിക്കും, നമ്മുടെ സാഹചര്യങ്ങൾ മാറിമറിയും, നമ്മുടെ പ്രവർത്തനത്തിന് മികവുണ്ടാവും, നമ്മൾ ആ ദിശയിലേക്കുള്ള യാത്രയുടെ വേഗം കൂട്ടിക്കൊണ്ടുവരും. അവിടെ നമ്മൾക്ക് സഹായിക്കാവുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുടെ, പരിസ്ഥിതിയുടെ, സാഹചര്യങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വഴിക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പരിചിതമായ ആ ചില റിസൾട്ടുകൾ അവിടെ കണ്ടുവന്നു. ഉറപ്പായിട്ടും അവിടെ റിസൾട്ട് ഉണ്ടാവും. പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് സംഭവിക്കും. പ്രതീക്ഷിക്കാത്തതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ എന്തും സംഭവിക്കാം. അടുത്ത ലോക്ക്ഡൌണും വരാം. ഒരുപക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടൊന്നും വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ. പ്രതീക്ഷിക്കാതെയും ഇത് സംഭവിക്കുമെന്നുള്ളപ്പോൾ പിന്നെന്തിന് പ്രതീക്ഷിക്കണം എന്നുള്ളതാണല്ലോ ചോദ്യം. അവിടെ പ്രത്യാശ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ രൂപീകരിക്കാൻ കഴിയുമെന്നാണല്ലോ പറഞ്ഞത്. ഈ പ്രത്യാശ കൊണ്ട് നമുക്ക് വേണ്ടത് ഭാവന ചെയ്യാൻ കഴിഞ്ഞാലും എല്ലാം മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. സാക്ഷാത്കരിക്കാൻ സാധ്യതയുള്ളതിനെ സാധൂകരിക്കാനാണ് നമുക്ക് കഴിയുക. ഇപ്പൊ ചന്ദ്രമണ്ഡലത്തിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. നമുക്കെന്ന് എല്ലാവർക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ചന്ദ്രമണ്ഡലത്തിൽ പോയി എന്നുള്ള കഥനം കേൾക്കുന്ന സമയത്ത് നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ അത് വിശ്വസിക്കുകയാണ്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ കളിയുടെ പിന്നാമ്പുറമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല, അറിയില്ല. അപ്പോ നമ്മളിങ്ങനെ പല വിശ്വാസങ്ങളിൽ നിൽക്കുന്നു. ആ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കാതൊന്നും നടക്കുന്നു. അപ്പോൾ ശുഭകരമായ പ്രതീക്ഷകൾ നമുക്ക് കൈവരികയാണെങ്കിൽ, അതിൽ പ്രത്യാശിക്കുകയാണെങ്കിൽ ആ വഴിക്ക് പോകും. സന്തോഷമായിരിക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാവുന്ന കാര്യമല്ലേ? നമ്മൾ സന്തോഷമായിരിക്കുക, നമ്മുടെ കൂടെയുള്ളവർ സന്തോഷമായിരിക്കുക എന്നുള്ളത് പ്രത്യാശിക്കാവുന്ന കാര്യമല്ലേ? ഒരു പ്രതീക്ഷയും ഇല്ലാതെ അത് അങ്ങനെ തന്നെ ആയിത്തീരും എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രത്യാശിക്കുകയാണെങ്കിൽ, പ്രത്യാശയ്ക്ക് ഇവിടെ ഭാവന ആവശ്യമാണ്. പ്രത്യാശയ്ക്ക് ഒരു ഭാവന ആവശ്യമാണ്. കാത്തിരിപ്പിന് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുടെ മുകളിലുള്ള അതിങ്ങനെ വന്നോട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിപ്പാണെങ്കിൽ പ്രത്യാശയ്ക്ക് ഒരു ഭാവന ആവശ്യമാണ്. കഴിഞ്ഞതിന്റെ പുറത്തു മാത്രമല്ല പ്രതീക്ഷ, കഴിഞ്ഞതിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ഉള്ളതാണെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് കഴിഞ്ഞതിനെ ആധാരമാക്കി മാത്രമല്ല, എന്തു വേണം എന്നുള്ള, എനിക്കൊരു മാമ്പഴം വേണം, മാമ്പഴം ഞാൻ തിന്നിട്ടുണ്ട്, പരിചയമുണ്ട്, അതിന്റെയൊക്കെ പുറത്താണെങ്കിൽ പോലും എനിക്ക് ഇനിയും ഒരു മാമ്പഴം വേണം. ആ മാമ്പഴമാണ് എനിക്ക് വേണ്ടത്. ആ മാമ്പഴത്തിന് ഇന്ന രുചികൾ വേണം, അല്ലെങ്കിൽ ആ മസാല ദോശയ്ക്ക് ഇന്ന ഗുണങ്ങൾ വേണം, അല്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന കാറിന് ഇന്ന ഫെസിലിറ്റികൾ വേണം എന്ന് ഭാവന ചെയ്യുന്നത് വെറുമൊരു പ്രതീക്ഷയല്ല, അത് പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്നുള്ളത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കാവുന്നതുമാണ്. അപ്പോ അങ്ങനെ പ്രത്യാശിക്കുന്ന സമയത്ത്, നമ്മുടെ പ്രത്യാശ തുറന്നു വയ്ക്കുന്ന സമയത്ത് എന്റെ സന്തോഷം എന്നുള്ളത് എനിക്ക് പ്രത്യാശിക്കാം. മനസ്സിലാക്കുക, പ്രത്യാശയ്ക്ക് ഒരു ബോധപൂർവമായ ഭാവനയുടെ സാന്നിധ്യം ആവശ്യമാണ്. സന്തോഷിക്കാം എന്നെനിക്ക് പ്രത്യാശിക്കാം, ആരോഗ്യകരമായിരിക്കാം എന്ന് പ്രത്യാശിക്കാം. വരുന്ന രോഗത്തെ ടെസ്റ്റ് ചെയ്ത് അത് ഇപ്പൊ വന്നേക്കാം, എന്റെ BP കൂടിയേക്കാം, ഷുഗർ കൂടിയേക്കാം, എനിക്ക് കിഡ്നിക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം എന്ന് സോഷ്യൽ മീഡിയയുടെ യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മളെക്കാളും കൂടുതൽ ആരോഗ്യം എന്നുള്ള ആശയത്തെ, ആരോഗ്യം എന്നുള്ളത് രോഗമല്ല, ആരോഗ്യം എന്നുള്ള ആശയത്തെ മനസ്സിലാക്കിയാൽ, അതിലേക്ക് തെളിച്ചം വന്നാൽ നമ്മൾ അതിനെ പ്രത്യാശിക്കാൻ കഴിയും.
നമുക്ക് എന്താണോ വേണ്ടത്, സുരക്ഷിതത്വം എന്നുള്ള അവസ്ഥ. കേരളം തീരെ സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലാണ്. വെളിയിലേക്ക് ഇറങ്ങിയാൽ പട്ടികൾ കടിക്കും. കേരളത്തിനകത്ത് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പട്ടികൾക്ക് ആ സ്വഭാവമില്ല. കേരളത്തിന് വെളിയിൽ ഇറങ്ങിയാൽ ഉടനെ പട്ടി കടിക്കും. കേരളത്തിലെങ്ങും പീഡനമാണ്. കേരളത്തിലെങ്ങും എന്താണ് അപ്രതീക്ഷിത കൊലപാതകം, അല്ലെങ്കിൽ എന്താണ് വിചിത്ര കൊലപാതകങ്ങളാണ്. കേരളത്തിൽ മുഴുവൻ തട്ടിപ്പാണ്. നമ്മളിങ്ങനെ വിശ്വസിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക്, സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ് ഈ ഭാവനയും വെച്ച് നമ്മൾ പ്രത്യാശിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്, നമ്മുടെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ഒരു അവസ്ഥ. നമ്മൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമത്തിൽ നിന്നും കണ്ടതിന് പകരം. അതിനു പകരമായി എന്താണ് സുരക്ഷ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചിത്രം മനസ്സിൽ വിഭാവനം ചെയ്യാൻ പറ്റിയാൽ, ഭാവന ചെയ്യാൻ പറ്റിയാൽ, അതാണ് പിന്നീട് ഉണ്ടാവുക. ഇതിനൊക്കെ വേണ്ടത് എന്താണെന്നറിയാം. ഇപ്പോ ആരോഗ്യമാണെങ്കിലും ശരി, ധനത്തിന്റെ കാര്യമാണെങ്കിലും ശരി, ബന്ധങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സുരക്ഷിതാവസ്ഥയാണെങ്കിലും ശരി, എന്താണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണിത് എന്നതിനെ കുറിച്ചുള്ള അവബോധമാണ്, അറിവാണ്. അറിവുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുക. അറിവില്ലാത്തതിന്റെ മുകളിൽ ഭാവന ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്താണിത്, എന്താകാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാകാം, എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, വ്യക്തത നമുക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രത്യാശയിലേക്ക് ചെല്ലാൻ കഴിയും. പ്രത്യാശയിലേക്ക് ചെല്ലാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയും. ആ ഭാവന നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഭാവന ഇല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞത് വെച്ചിട്ടുള്ള ഒരു പ്രതീക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക. ആ പ്രതീക്ഷ എന്നുള്ളത് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, അതുകൊണ്ട് ഇനിയും അതാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ഒരു കാത്തിരിപ്പ്. നമ്മൾ എന്തിനെ കാത്തിരിക്കുന്നു? അവസാനം ഇങ്ങോട്ട് പോരും. നമ്മൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ഭാവന ചെയ്യുകയാണെങ്കിൽ അതിന്റെ 60% സാധ്യമായ രീതിയിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു. സുരക്ഷിതത്വത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധ്യപ്പെടുന്നുവോ, എത്രത്തോളം നമ്മൾ ഭാവന ചെയ്യുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ പ്രത്യാശ രൂപപ്പെടും. ആ പ്രത്യാശയിലേക്ക് നമ്മൾ നടന്നു കയറും. ഒരു വാഹനം എങ്ങോട്ടാണോ ഓടിക്കേറുന്നത് പോലെ നമ്മൾ പ്രത്യാശിക്കുന്നത് എന്തോ അതിലേക്ക് നമ്മൾ നടന്നു കയറും. അതല്ല, പ്രത്യാശയ്ക്ക് ഹേതുവാകുന്ന രീതിയിലുള്ള അറിവ് നമുക്കില്ല, അതിന്റെ മുകളിൽ ഒരു ബോധപൂർവമായ ഒരു ഭാവന, ഒരു ഇന്റൻഷണൽ ഇമാജിനേഷൻ നമുക്കില്ല എന്നിരിക്കട്ടെ. എന്തൊക്കെയാണോ നമ്മുടെ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ളത്, ആ അറിഞ്ഞതൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അത് കാത്തിരുന്നാൽ മതി. ഇത് വരുന്നത് രണ്ടു കൈ നീട്ടി സ്വീകരിച്ചാൽ മതി. അപ്പോ പ്രത്യാശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യാശയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ബോധപൂർവം ഭാവന ചെയ്യാനുള്ള ശേഷിയുണ്ട്. ആ ഭാവന ചെയ്യാനുള്ള ശേഷി ഉപയോഗിച്ച് അറിവിനെ ആധാരമാക്കി ഭാവന ചെയ്താൽ, ശുഭകരമായി ഭാവന ചെയ്താൽ, ശുഭകരമായി ഭാവന ചെയ്യണമെന്ന അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ശുഭകരമാക്കി ഭാവന ചെയ്താൽ അതിലേക്ക് നമ്മൾ നടന്നു കയറും. അതിനു പകരം ഭാവന ചെയ്യുന്നത് അശുഭകരമാണെങ്കിലോ, ഭാവനയെ ഇല്ലാതിരുന്നാലോ, ഒരു ഭാവനയും ഇല്ലാതിരുന്നു കഴിഞ്ഞാലോ, ഈ മുമ്പിൽ നടക്കുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം, ഈ ലോകം മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന എല്ലാ കാലുഷ്യങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. കാലുഷ്യങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമുള്ളത് കൊണ്ട് കാലുഷ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. സന്തോഷത്തെക്കുറിച്ച്, സുരക്ഷയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, സംതൃപ്തിയെക്കുറിച്ച്, സാക്ഷാത്കാരത്തെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയാത്തത് കൊണ്ട്, പരിചയമില്ലാത്തത് കൊണ്ട്, അതെല്ലാം ഇവിടെ വെരി വെൽ അവൈലബിൾ ആണെന്ന് അറിയാത്തത് കൊണ്ട് അതൊന്നും നമ്മുടെ മുന്നിൽ വരികയുമില്ല. പകരം എന്തിനെക്കുറിച്ചെല്ലാം നമുക്ക് ആകുലതകളുണ്ടോ, എന്തിനെ കുറിച്ചെല്ലാം നമ്മൾ ആവർത്തിച്ച് ചിന്തയിലൂടെ കൊണ്ടുപോകുന്നുണ്ടോ, അവയെല്ലാം ഭാവനകളായി മാറി അവയെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. അപ്പോ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ പ്രത്യാശിച്ചാൽ അതിലേറിയ പങ്കും സംഭവിച്ചിരിക്കും. പ്രത്യാശ എന്ന് പറയുന്നത് അറിയാത്തതിന്മേലുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് ബോധപൂർവമുള്ള ഒരു ഭാവനയാക്കി നമ്മുടെ ഉള്ളിൽ നിലനിർത്തിയാൽ പിന്നെ അതായിരിക്കും ജീവിതത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുക. ജീവിതം നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുക. മനസ്സിലാക്കുക, മനുഷ്യരാണ് ഭാവന ചെയ്യാൻ ശേഷിയുള്ള ഒരേയൊരു ജീവി. മറ്റു ജീവികൾക്കും ഭാവന ചെയ്യാൻ കഴിയും, പക്ഷെ അവയ്ക്ക് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച്, അവരുടെ സഹജ ചോദനയ്ക്കനുസരിച്ച് ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് ഉള്ളതെങ്കിൽ മൂർത്ത രൂപങ്ങളില്ലാതെ, ഒരു വാലിഡ് എക്സാമ്പിൾ ഇല്ലാതെ തന്നെ
പുതിയൊരു രൂപത്തിൽ പുതിയൊന്നിനെ ഭാവന ചെയ്യാനും ഭാവന ചെയ്യുന്നതിനെ സാധൂകരിക്കാനും സാക്ഷാത്കരിക്കാനും മനുഷ്യന് കഴിയും. മനുഷ്യന് മാത്രമാണ് ആ ശേഷിയുള്ളത്. നിങ്ങളും മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശുഭകരമായി ഭാവന ചെയ്യാനുള്ള ഫാക്കൽറ്റികൾ ഉപയോഗിക്കുക. ഇതേ ഭാവന തന്നെ അശുഭകരമായി ഭാവന ചെയ്യാനും നമുക്ക് കഴിയും എന്നുള്ളത് ഒരു അപകടം അവിടെയുണ്ട്. അതിനെ അറിഞ്ഞ് തന്നെ അശുഭകരമായ ഒരവസ്ഥയിൽ നിന്നും ശുഭകരമായ ഒരവസ്ഥയിലേക്ക് പോസിറ്റീവേറ്റ് ചെയ്തുകൊണ്ട് ശുഭകരമായ പ്രത്യാശകളുമായിട്ട് മുൻപോട്ട് പോവുക. ശുഭകരമായ ജീവിതം നിങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇതാണ് പ്രത്യാശയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങളുടെ സന്മനസ്സിന് നന്ദി. നമസ്കാരം.